ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പാർട്ട് 2 ഓഫ് അവർ ഫാമിലി ട്രിപ്പ്. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കോയമ്പത്തൂർ റൂട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റൂട്ട് ട്രിപ്പ് പോകാൻ നോക്കുന്നുണ്ട്, ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ പോകുന്ന വഴി പാലക്കാട് തനിമ എന്ന് പറയുന്ന അഡ്വഞ്ചറസ് റിസോർട്ടിൽ കയറിയതാണ് കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചത്. ഇപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ യാത്ര തുടർന്ന് നമ്മൾ പോകുന്നത് കോയമ്പത്തൂരുള്ള ആദിയോഗി സ്റ്റാച്യു കാണാനാണ്, ഇഷ യോഗ സെൻറ്ററിലേക്ക്. അപ്പോൾ നമ്മൾ ഇത്തവണ അവിടെ അതിനകത്ത് തന്നെ ഇഷ യോഗ സെൻറ്ററിൻ്റെ സ്റ്റേയിൽ തന്നെ താമസിക്കാമെന്ന് വിചാരിച്ചു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. പക്ഷേ ഇനി ഒരിക്കൽ കൂടെ നമ്മൾ പോവുകയാണെങ്കിൽ ഒരിക്കലും അവിടെ സ്റ്റേ ചെയ്യില്ല കേട്ടോ. നമുക്ക് ആദിയോഗി സ്റ്റാച്യു മാത്രം കാണാനാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഈവനിങ് ഒരു 5 മണി 4 മണിയാകുമ്പോൾ അവിടെ എത്തുന്ന രീതിയിൽ എത്തുക, സ്റ്റാച്യു കയറി കാണുക, 7:20 ലൈറ്റ് ഷോ കാണുക, തിരിച്ചു പോരുക. അതല്ലാതെ യോഗ സെൻറ്ററും അതിൻ്റെ ഇടയിൽ കാണാം. കുറച്ചുകൂടെ നേരത്തെ പോവുകയാണെങ്കിൽ യോഗ സെൻറ്ററിൻ്റെ ഉള്ളിലും ഒക്കെ അവിടെ കാണാവുന്നതെല്ലാം അങ്ങനെ കാണാം. നമുക്ക് അവിടെ സ്റ്റേ ചെയ്യുമ്പോഴാണ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. ഈ കാണുന്നതാണ് റൂംസൊക്കെ. അപ്പം നമ്മളവിടെ രാത്രിയായപ്പോൾ എത്തി. നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് തോന്നിയതായി ഈ കാളവണ്ടി പോലത്തെ വണ്ടി ഉണ്ടല്ലോ, ഈ കാളവണ്ടി, അത് തന്നെ. ഇതിലാണ് നമുക്ക് എങ്ങോട്ട് പോകണമെങ്കിലും ആ ഒരു കോമ്പൗണ്ടിനകത്ത് ഏക്കർ കണക്കിന് സ്ഥലമായതുകൊണ്ട് ഓരോ സ്ഥലങ്ങളും, ഇപ്പം യോഗ സെൻറ്റർ ആണെങ്കിൽ ഒരു സ്ഥലത്തായിരിക്കും, ആദിയോഗിയാണെങ്കിൽ വേറൊരു സ്ഥലത്തായിരിക്കും, ഏക്കർ കണക്കിന് സ്ഥലത്തിനകത്ത് പലയിടത്തായിട്ടിരിക്കുക. നമ്മുടെ പ്രൈവറ്റ് വണ്ടി അതിൻ്റെ കോമ്പൗണ്ടിനകത്ത് കയറ്റില്ല. അപ്പോൾ അവിടെ സ്റ്റേ ചെയ്യുമ്പോൾ ഇതിൽ തന്നെ പോകേണ്ടി വരും. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഭയങ്കര ഫോർമാലിറ്റീസാണ് അവിടെ ഒന്ന് സ്റ്റേ ചെയ്യണമെങ്കിൽ. എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണെന്നറിയോ. ഫുഡ് പോലും കിട്ടണമെങ്കിൽ നമ്മൾ തപ്പി നടക്കണം, അതാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ഇനി ഒരിക്കലും ഞാൻ ആർക്കും സജസ്റ്റ് ചെയ്യത്തില്ല അവിടെ താമസിക്കാനായിട്ട്. പിന്നെ ഇതൊക്കെ വൈബ് ഇഷ്ടമുള്ളവർക്ക് താമസിക്കാം. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഉറങ്ങി എണീറ്റ് നേരെ ആദിയോഗി സ്റ്റാച്യു കാണാനായിട്ട് വന്നു. അത്യാവശ്യം ചെറിയ ചാറ്റമഴയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് നേരം നിൽക്കാൻ പറ്റുള്ളൂ. കുറച്ച് നേരം നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് കളവണ്ടിയിൽ തന്നെ റൂമിൽ വന്നവിടെ ഞങ്ങൾ വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി കേട്ടോ. അത്രയ്ക്ക് മടുത്തുപോയി. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് മരുതമലൈ ക്ഷേത്രത്തിലേക്കാണ്. നമുക്ക് അതിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ നിന്ന് അവരുടെ ബസ്സിലേ പോകാൻ പറ്റുള്ളൂ. ബസ്സിൽ പോയി ഇറങ്ങിയാലും കുറേ സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ. 600 എത്രയോ സ്റ്റെപ്സ് ഉണ്ട് ഓൾറെഡി കയറാനായിട്ടെന്നാണ് അവിടെ ഉള്ള ആൾ പറഞ്ഞത്. നമ്മൾ എണ്ണിയില്ല, ഏകദേശം ഊഹമാണ് കേട്ടോ. അപ്പോൾ അത് കയറി നമ്മൾ ജസ്റ്റ് തൊഴുതു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ സ്റ്റെപ്പൊക്കെ കയറുമ്പോൾ നമുക്ക് പളനി അമ്പലത്തിൽ പോകുന്ന പോലെ ഫീൽ ചെയ്യുന്നത്. പക്ഷേ അകത്ത് വേറൊരു മൂഡാണ്, വേറൊരു ടൈപ്പ് ഓഫ് ടെമ്പിളാണ്. കോയമ്പത്തൂർ മെയിനായിട്ട് ഈ ആദിയോഗി സെൻറ്റർ മാത്രമാണ് ഈ കാണാനുള്ളത് കേട്ടോ. അതല്ലാണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ അതാ ഈ മരുതമല ക്ഷേത്രവും. മരുതമല ക്ഷേത്രത്തിൻ്റെ ആ റോഡിലേക്ക് കയറുന്ന റോഡ് ഫുള്ളായിട്ട് ചിന്തിക്കടയാണ് രണ്ട് സൈഡിലും. നമ്മളിപ്പോൾ മരുതമലൈ ക്ഷേത്രത്തിൻ്റെ അവിടെ വാതിക്കലാണ്, കടകളിലാണ്. അപ്പോൾ അതാ ഇവിടെ ഇങ്ങനെ നൊസ്റ്റാൾജിയ തോന്നിക്കുന്ന രീതിയിൽ പഴയ ടൈപ്പ് മുട്ടായികൾ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഓരോന്ന് വെച്ചിട്ട് സതീച്ചേട്ടൻ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ വണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം വെയിൽ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോഴാണ് വെയിൽ തെളിഞ്ഞല്ലേ സതീച്ചേട്ടാ? അത്യാവശ്യം ചെറുതായിട്ട് പർച്ചേസൊക്കെ ചെയ്ത് ഞങ്ങൾ ഇറങ്ങി. പിന്നെ അവിടെ നിന്ന് നമ്മൾ തിരിച്ച് നേരെ പ്ലാൻ ചെയ്തത് ഊട്ടിക്ക് പോകാമെന്നാണ് കേട്ടോ. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഉച്ചയായിരുന്നല്ലോ. സോ നമ്മൾ അണ്ണാച്ചി എന്ന് പറയുന്ന ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡ് കിട്ടിയപ്പോൾ നമുക്ക് കഴിച്ചു. നമ്മൾ അങ്ങോട്ട് പോയ റൂട്ടിലല്ല നമ്മൾ തിരിച്ച് വന്നത്, തിരിച്ച് കറങ്ങി കോഴിക്കോടൊക്കെ വഴിയാണ് വന്നത്. നമ്മൾ അങ്ങനെ തന്നെ തിരിച്ച് ഇവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ഊട്ടിയിലാണ്. അപ്പോൾ അവിടെ നിന്ന് പിന്നെ കറങ്ങി അപ്പുറത്തൂടെയൊക്കെയാണ് വന്നത്. ഓക്കെ, അപ്പോൾ പോകുന്ന വഴിയുള്ളൊരു കടയാണ് അണ്ണാച്ചി എന്ന് പറഞ്ഞാൽ. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഫുഡുള്ള കടയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫുഡ് ഇത്തവണ പോയിട്ട് ഒരു കുഴപ്പമില്ല, അതെല്ലാം നല്ല ഫുഡുകളായിരുന്നു. കോമ്പറ്റീഷൻസ് അല്ലേ. സോ നമ്മൾ കഴിച്ചെല്ലാം കഴിഞ്ഞ് നേരെ ഊട്ടിക്ക് പോവുകയാണ്. അപ്പോൾ ഊട്ടിക്ക് അടുത്ത് കോത്തഗിരി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ നല്ല രസമാണ് എന്നൊക്കെ നമ്മുടെ ട്രാവലറിൻ്റെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഊട്ടിയുടെ അത്ര തണുപ്പില്ലാന്ന് വിചാരിച്ചു. പക്ഷേ ആക്ച്വലി നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോകുന്ന വഴി ഇതുപോലെ കുരങ്ങന്മാരും പിന്നെ കാട്ടുപോത്തും അങ്ങനത്തെ കുറേ ആനിമൽസിനെ നമുക്ക് കാണാൻ പറ്റി. ശരിക്കും ആ ഒരു റൂട്ടിലെ യാത്ര ഭയങ്കര വേർത്തായിരുന്നു കേട്ടോ. കാണാൻ മാത്രമുണ്ട്. ഈ പോകുന്ന സ്ഥലമെല്ലാം പ്രകൃതി ഭംഗിയുള്ള സ്ഥലത്തൂടെയാണ് നമ്മൾ യാത്ര ചെയ്ത് പോകുന്നത്. പിന്നെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കുരങ്ങന്മാരെയൊക്കെ കാണാം. പിന്നെ പോകുന്ന വഴി നിർത്തി കുറച്ച് നേരം ഇറങ്ങി നിൽക്കാനും കാണാനും ഒക്കെ ഉള്ള ഇതുപോലത്തെ വ്യൂ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങി. സാധാ ഒരു ചായക്കടയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്തൊരു കുരങ്ങൻ വന്നിരുന്നപ്പോൾ അച്ഛൻ അതിന് ഫുഡ് എന്താ നമ്മൾ വാങ്ങിച്ചതെന്ന് കൊടുത്തു. അപ്പോൾ അതിങ്ങനെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ഞാനും ട്രൈ ചെയ്തു. എനിക്കത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ പിന്നെയും നമ്മൾ ചായയെല്ലാം കുടിച്ച് യാത്ര തുടങ്ങി. ഇവിടെയാണ് നമ്മൾ കോത്തഗിരിയിൽ സ്റ്റേ ചെയ്തത് കേട്ടോ. ഈ റിസോർട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. ആക്ച്വലി ഞാൻ പേര് നോക്കാൻ മറന്നുപോയി കേട്ടോ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തന്നേരം ഏതാ റിസോർട്ട്. അത് അത്യാവശ്യം കുഴപ്പമില്ല, പക്ഷേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒന്നും അല്ല. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ റിസോർട്ടിൽ.
ഈ കോത്തഗിരി എത്തിയപ്പോൾ തന്നെ നമുക്ക് ഏകദേശം തണുപ്പിൻ്റെ ഒരു അളവ് മനസ്സിലായി കേട്ടോ. അതുകൊണ്ട് നമ്മൾ കോത്തഗിരി ഈ റിസോർട്ടിൽ കയറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സ്വെറ്റേഴ്സും ക്യാപ്സും ഗ്ലൗസും എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അത്യാവശ്യം നല്ല എമൗണ്ട് ആവുകയും ചെയ്തു. അപ്പോൾ നമ്മൾ രാത്രിയിലാണ് ചെന്നത്. അപ്പോൾ അവർ നമ്മൾ ഡിന്നർ എന്താ വേണ്ടതെന്ന് ചോദിച്ചു. നമ്മൾ പറഞ്ഞ സജഷൻസ് അനുസരിച്ച് ഫുഡ് ഉണ്ടാക്കി തന്നു. രാവിലെ അങ്ങനെ തന്നെയാണ് നമ്മളോട് ചോദിച്ചിട്ടാണ് ഫുഡ് ഉണ്ടാക്കി തരുന്നത് കേട്ടോ. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് കോത്തഗിരി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇതൊരു ഹില്ലി ഏരിയ ആണ്. നല്ല തണുപ്പാണ് കേട്ടോ. അതാ ഈ കൊലത്ത് നിൽക്കുന്നത്. എനിക്കാണെങ്കിൽ സൈനസൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴാണ് ഇടക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ഊട്ടിയിലേക്ക് ഇവിടെ നിന്ന് ഒരു 10-40 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഊട്ടിയിലേക്ക് വരെ പോകുമ്പോഴത്തേക്ക് തണുപ്പ് ഒന്നുകൂടെ കൂടി വരത്തേ ഉള്ളൂ. നമ്മുടെ വിൻഡോയിലൂടെയുള്ള വ്യൂസാണ് കണ്ടോ, അടിപൊളിയാണ്. ചൂടാണോ? അത് ഇതിനകത്തിട്ടോ, ഇതിനകത്തിട്ട് ചൂടായില്ലേ? അമ്മയുടെ കഴിച്ചു. പുറത്തേക്ക് വെക്കേറ്റ് ചെയ്ത് ഇറങ്ങുകയാണ്. ജസ്റ്റ് ഇവിടെ ഒക്കെ ഒന്ന് കണ്ട് നല്ല മഞ്ഞ് മൂടിയിട്ടുണ്ട് കേട്ടോ. ഈ സമയമായപ്പോൾ നമുക്ക് സാധാരണ രാവിലെ മഞ്ഞെന്നാണ് വിചാരിച്ചത് വെളുപ്പിനെ, പക്ഷെ വെളുപ്പിനെ അല്ല കേട്ടോ. ഈ സമയമായപ്പോഴാണ് മഞ്ഞ് പറക്കുന്നത്. ഫുള്ള് കോട കയറി. നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. ഫുൾ സെറ്റപ്പിലാണ്, ഗ്ലൗസൊക്കെ ഉണ്ട്. അങ്ങനെ ഫുൾ സെറ്റപ്പിൽ നമ്മൾ ഉണ്ടോ, മുഴുവൻ ബാക്കിൽ കോടയാണേ. അപ്പോൾ നമ്മൾ ഫുൾ സെറ്റപ്പിൽ പുറത്തേക്ക് പോവുകയാണ്. കാണാൻ പറ്റുന്ന സ്ഥലമൊക്കെ കാണും, എന്നിട്ട് നേരെ ഊട്ടി പോകും, എന്നിട്ട് അവിടെ കാണും. അങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പ്ലാനിങ് ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മളിവിടുന്ന് വെക്കേറ്റ് ചെയ്ത് ഇറങ്ങാം കേട്ടോ. എല്ലാവരെയും കാണിച്ചു തരാം. കുഞ്ചിനെ കാണിച്ചേ, കുഞ്ചിനെ കാണിച്ചേ. എല്ലാവരും ഫോട്ടോ എടുക്കാം. നമ്മളവിടെ നിന്ന് നേരെ അതിൻ്റെ അടുത്തൊരു ഫ്രൂട്ട് മാർക്കറ്റ് ഉണ്ട്. ഊട്ടിക്കാണല്ലോ അവിടെ നിന്ന് നേരെ പോയത്. അപ്പോൾ ഊട്ടി എത്താറായപ്പോഴത്തേക്ക് ഒരു ഫ്രൂട്ട് മാർക്കറ്റ് ഉണ്ട് കേട്ടോ. അവിടെ കയറി കാണാനും വാങ്ങാനും ഒക്കെ ആയിട്ട്. തണുപ്പ് കാരണം വായിന്ന് പുക വരുന്ന കാണിച്ച കേട്ടോ. ഊട്ടിയിൽ നമ്മൾ സ്റ്റേ ചെയ്തില്ല കേട്ടോ. ഊട്ടി കണ്ട് അതുവഴി വരാമെന്നുള്ളതായിരുന്നു പ്ലാൻ. അപ്പോൾ ഊട്ടി എത്തിയപ്പോഴത്തേക്ക് മഞ്ഞോട് മഞ്ഞായി കേട്ടോ. മഞ്ഞ് മാത്രമല്ല, കാറ്റും, തണുത്ത കാറ്റും കൂടെ ആയതുകൊണ്ട് വിറയ്ക്കായിരുന്നു. പിന്നെ കൂടല്ലൂർ റൂട്ട് എത്താറായപ്പോഴത്തേക്ക് നല്ലൊരു സ്ഥലം, ഒരു എന്താ പറയുക, മൊട്ടക്കുന്ന്, നമ്മുടെ വാഗമണ്ണ് മൊട്ടക്കുന്നൊക്കെ പോലെ ഒരു സ്ഥലം കണ്ടു ഇറങ്ങാനായിട്ട്. അപ്പോൾ അവിടെ ഇറങ്ങി ഞങ്ങളെല്ലാവരും കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. എന്നിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അത് നല്ലൊരു, ആ ഒരു റൂട്ട് വന്നത് വളരെ നല്ല വേർത്തായിട്ട് തോന്നി. ഊട്ടി വഴി ഇങ്ങനെ തിരിച്ച് കറങ്ങി വന്നത്. അയ്യോ, മഞ്ഞ് പോയാ? നമ്മൾ വന്നപ്പോ കോട. നമ്മൾ ആക്ച്വലി എല്ലാവരും ഭയങ്കര കോട കണ്ട് അവിടെ ഇറങ്ങിയപ്പോൾ നമ്മളും അതിന് വേണ്ടി ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയ കേട്ടോ. പക്ഷേ ഞങ്ങൾ കറക്റ്റ് അങ്ങോട്ട് ചെന്നപ്പോൾ കാറ്റടിച്ച് കോട മുഴുവൻ എങ്ങോട്ടോ പോയി. കോടയൊന്നുമില്ല, തണുപ്പ് മാത്രമുള്ളായിരുന്നു. പിന്നെ പോരാറായപ്പോഴത്തേക്ക് പിന്നെയും കുറച്ചുകൂടെ പുറകെ കൂടെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ അടുത്ത സ്ഥലം ഒരു വ്യൂ പോയിന്റ് ഇതുപോലെ കണ്ടു. പക്ഷേ അതൊരു മലയുടെ പൊക്കത്തേക്ക് പോണായിരുന്നു. അവിടെ നമ്മൾ പോയില്ല. അതിൻ്റെ താഴ്വാരത്ത് ഇതുപോലെ കുറേ കടകളുണ്ടായിരുന്നു. അവിടെ നിന്ന് അതും ഇതൊക്കെ കഴിക്കുന്നതാണല്ലോ നമ്മുടെ മെയിൻ. അപ്പോൾ അവിടെ നിന്ന് അതും ഇതൊക്കെ ഇതുപോലെ വാങ്ങിച്ച് കഴിച്ചുകൊണ്ട് നമ്മൾ വണ്ടിക്കകത്ത് കയറി കേട്ടോ. കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഫുഡ് നമ്മളെവിടെ കണ്ടാലും വെറൈറ്റി കണ്ടാൽ ഒട്ടും വിടത്തില്ല. അപ്പോൾ അതെ, സതീഷേട്ടൻ മാഗിയൊക്കെ തത്സമയം അവരെ കൊണ്ട് പൊട്ടിച്ചുണ്ടാക്കിച്ച് ഇതാ കഴിക്കുന്നുണ്ട് കേട്ടോ. കുഞ്ചുവിന് അവിടെ നമുക്ക് നല്ല ക്യാരറ്റ് കിട്ടും. അപ്പം ക്യാരറ്റ് വാങ്ങിച്ചു, ഫ്രഷ് ആയിട്ടുള്ളത്. അതപ്പം തന്നെ കഴുകിയിട്ട് കുഞ്ചുവിന് കൊടുത്തു. കുഞ്ചു അതാ 2 കടി അടിച്ചിട്ട് അവിടെ ഇടുന്ന കണ്ടു. കളിക്കുന്നില്ലേ? അങ്ങനെ നമ്മൾ
കറങ്ങി നേരെ തിരിച്ച് വീട്ടിലേക്ക് യാത്ര ആരംഭിച്ചു. അപ്പോൾ പോരുന്ന വഴി ഇതുപോലെ നല്ല മഞ്ഞൊക്കെ മൂടിയ നല്ല രസമുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടാണ് പോകുന്നത്. പലയിടത്തും നമ്മൾ നിർത്തി ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷേ തണുപ്പും കാറ്റും കാരണം ഒന്നും പറ്റിയില്ല. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.